നമസ്കാരം, റിഞ്ചു അച്ഛനാണ്. പലരും ചോദിക്കാറുണ്ട്, അർഹതയുള്ളവർക്കാണോ വീട് വെച്ച് കൊടുക്കുന്നതെന്ന്. ഏറ്റവും ഉചിതമുള്ളവർക്ക് വേണം നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ. ഒരു രീതിയിലും മറ്റ് സഹായം കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ളവർക്ക് വേണം നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ. നമ്മുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അപ്ലിഫ്റ്റ് ആവുകയുള്ളൂ എന്ന് ഉറപ്പുള്ളവർക്ക് വേണം വീട് വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഒരു വീടാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്കുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വളരെ പ്രായാധിക്യത്തിൽ കൊച്ചുമകളെ വളർത്തേണ്ടി വരുന്ന ഒരു വല്യമ്മച്ചിയുടെ ഗതികേടിൻ്റെ അവസ്ഥയാണ്. 13 വയസ്സുള്ള കൊച്ചുമകളെ കയ്യിൽ കിട്ടുമ്പോൾ 8 വയസ്സാണ്. അമ്മ മരിച്ചുപോയി, അപ്പൻ ഇട്ടേച്ചു പോയി. അവസാനം അമ്മയുടെ അമ്മ ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഈ വീട്ടിലാണ്. ഞാൻ ആ വീട്ടിൽ കയറുമ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ തല മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഈ മുറിയിലൊരു ഫാനില്ല, ഒരു കതകില്ല, ഒന്നുമില്ല. 13 വയസ്സുള്ള കുഞ്ഞുമായി ഒരു ചേരി പോലത്തെ പ്രദേശത്താണ് താമസിക്കുന്നത്. കത്തോലിക്ക സഭയിൽ നിന്ന് 6 സെൻറ്റ് വസ്തു വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ആരുമില്ല, ഒന്നുമില്ല. ഈ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ എങ്ങനെ കിടക്കും? എന്ത് സുരക്ഷിതമാണ്? ആ കുഞ്ഞ് നശിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ എന്ത് തിരിച്ചു കൊടുത്താലും അതിന് പ്രതിവിധിയാകുമോ? എന്നെ കണ്ടപ്പോൾ യേശുപ്പച്ചൻ വീട് പണിഞ്ഞ് തരുമെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കാരണം വളരെ ഭക്തിയായ ഒരു സ്ത്രീയാണ്. എപ്പോഴും ആ വാക്കുകളിൽ അത് ധ്വനിക്കുന്നുണ്ട്. വളരെ നല്ലതുപോലെ പഠിക്കുന്നൊരു മകളാണ്. എനിക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലുപരി ആ കുഞ്ഞിനെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് പോലും തോന്നിയിട്ടുണ്ട്. പക്ഷേ സുരക്ഷിതമായ ഒരു 5-6 വർഷം എങ്ങനെയെങ്കിലും താമസിക്കണം. അതിനാണ് സഭ വസ്തു വാങ്ങിച്ചു കൊടുത്തത്. അവിടെ ഒരു വീട് പണിത് കൊടുത്താൽ ആ കുട്ടി കുറച്ചുകൂടെ സുരക്ഷിതമാകും. അവൾക്കിരുന്ന് പഠിക്കാൻ പറ്റും. അവൾക്ക് മറ്റ് പേടിയില്ലാതിരിക്കാൻ കഴിയും. എവിടെയാണോ ഒരു പെൺകുട്ടി സുരക്ഷിതയാവുന്നത് അവിടെയാണ് അവൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഈ കുഞ്ഞിനൊരു വീട് വെച്ച് കൊടുക്കുക ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിരുന്നത്. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാം, 94 96 32 14 55 9496321455. അതിലേക്ക് ഒരു മെസ്സേജ് മാത്രം നിങ്ങൾ അയയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ നൽകും, കോൺട്രാക്റ്റ് നമ്പർ തരും, നമുക്കത് വീട് പണിത് കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.